ഹായ് ഗായ്സ്, എല്ലാവർക്കും മൂവി കാർഡിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രത്തിന്റെ ആദ്യ റിവ്യൂ പുറത്ത്. 100% ഹിറ്റായി മാറുമെന്ന് ആരാധകരും നിരൂപകരും പ്രതീക്ഷിക്കുന്ന ഈ ചിത്രത്തിൽ പഴയകാലത്തെ തിളക്കമുള്ള മോഹൻലാലിനെ കാണാമെന്നാണ് പ്രാഥമിക പ്രതികരണം. ചിത്രം ത്രില്ലർ ആക്ഷൻ ശൈലിയിലാകുമെന്നും മോഹൻലാലിന്റെ പ്രകടനം അതിശയിപ്പിക്കുമെന്നും ആദ്യ റിവ്യൂകൾ സൂചിപ്പിക്കുന്നു. പ്രതീക്ഷയേറിയ ആകാംക്ഷയ്ക്കിടെ തുടരും മലയാള സിനിമയിൽ മറ്റൊരു വമ്പൻ ഹിറ്റാകുമോ എന്നത് കാത്തിരുന്നു കാണാം. ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും. ചിത്രത്തിൽ ഗായകൻ MG ശ്രീകുമാർ ആലപിച്ച ഒരു ഗാനത്തിന്റെ റിലീസിന് പിന്നാലെ ഇപ്പോഴിതാ മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ചർച്ചയാകുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഒരു നിമിത്തം വന്നു, പഴയ മോഹൻലാലിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സബ്ജക്റ്റ് കിട്ടി. മനോഹരമായ ഒരു സിനിമയാണ് കേട്ടോ, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. 100% ഹിറ്റാണ്. ഞാൻ പടം കുറെ കണ്ടു. വികാരഭരിതമായ നിരവധി രംഗങ്ങളുണ്ട്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാം അതിൽ ഉൾക്കൊള്ളുന്നു. ആഘോഷിക്കാവുന്ന ഒരു സിനിമയായിരിക്കും ഇത്. ഇങ്ങനെയാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. MG ശ്രീകുമാറിന്റെ ഈ വാക്കുകൾ സിനിമയിലേക്കുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. മോഹൻലാലിന്റെ കരിയറിലെ മറ്റൊരു മൈൽ സ്റ്റോൺ ചിത്രമാകുമോ എന്നതും ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ തെളിയുന്നതും കാണാം. മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ തന്റെ OTT റൈറ്റ് സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ചും ഓരോ രംഗത്തെയും മോഹൻലാൽ വലിയ കൗതുകത്തോടെയുമാണ് സമീപിച്ചതെന്നും കഥ കേട്ടപ്പോഴേ അദ്ദേഹം അതീവ ആവേശഭരിതനായിരുന്നുവെന്നും സംവിധായകൻ തരുൺ മൂർത്തി അഭിപ്രായപ്പെട്ടു. ചിത്രത്തിലെ മോഹൻലാലിന്റെ ലുക്ക് നേരത്തെ പുറത്തുവിട്ടിരുന്നുവെങ്കിലും അതിനോടൊപ്പം വരുന്ന പുതിയ വിവരങ്ങളും കാഴ്ചകളുമാണ് ആരാധകരുടെ ആവേശം ഉയർത്തുന്നത്. തുടരും എന്ന ചിത്രം രജപുത്രയുടെ ബാനറിലാണ് നിർമ്മിക്കുന്നത്. മലയാളത്തിൽ മോഹൻലാൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ കഥയിൽ പ്രധാനപ്പെട്ടിടത്താണ് റാന്നിയിലെ ഒരു സാധാരണക്കാരന്റെ ജീവിതം. മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത. സംവിധായകൻ തരുൺ മൂർത്തിയുടെ സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തിന്റെയും പ്രമേയമായി എടുക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം മോഹൻലാൽ ജീത്തു മാധവന്റെ സംവിധാനത്തിൽ ഒരു പുതിയ ചിത്രത്തിലും നായകനാകാൻ തയ്യാറെടുക്കുകയാണെന്ന വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. ഈ ചിത്രം ഗോകുലം മൂവീസ് ആണ് നിർമ്മിക്കുന്നത്. ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക സൂചനകളൊന്നും തന്നെയില്ല. മോഹൻലാൽ ഒരു ഹാസ്യഭരിതമായ കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുമോ, അത് തിരക്കഥയുടെ ഭാഗമാകുമോ എന്നത് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് എപ്പോൾ എന്ന കാര്യത്തിലും ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തുടരും എന്ന സിനിമയെ കുറിച്ച് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള സിനിമാ വിശേഷങ്ങൾ കൂടുതലായിട്ട് അറിയാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.